അപ്പോൾ ഫ്രണ്ട്സ്, ഞാനിപ്പോൾ കയറിയിരിക്കുന്ന വണ്ടി കൊല്ലം ആലപ്പുഴ പാസഞ്ചറാട്ടാ. എൻ്റെ പൊന്നെ, ഈ വണ്ടി ആലപ്പുഴ റൂട്ടിൽ കയറിയപ്പോൾ എൻ്റെ പൊന്നെ എന്തൊരു സ്പീഡാണ് ഈ വണ്ടിയെ. ഓ, സ്പീഡ് 100-ന് മേളിലായി വണ്ടി പോകുന്നത്. ഞാനിരിക്കുന്ന കോച്ചൊക്കെ കുലുങ്ങാണ്. എന്താണ് ഇങ്ങനെയൊക്കെ? എന്താ പറയാ, പാസഞ്ചർ ട്രെയിനൊക്കെ അടിപൊളിയാട്ടാ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്, നമ്മൾ കായംകുളത്ത് നിന്ന് ആലപ്പുഴ വരെ പോവുകയാണ്. അപ്പോൾ ഈ ട്രിപ്പിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, പാസഞ്ചർ ട്രെയിനുകളിലും മെമു ട്രെയിനുകളിലാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. അപ്പോൾ നേരത്തെ ഫസ്റ്റ് വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, എറണാകുളത്ത് നിന്ന് കൊല്ലം പാസഞ്ചറിൽ കയറി കായംകുളം വന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്, നമ്മൾ ആലപ്പുഴയിൽ പോവാണ്. അപ്പോൾ കൊല്ലത്ത് നിന്ന് ആലപ്പുഴയ്ക്ക് ഒരു പാസഞ്ചർ ട്രെയിൻ ഉണ്ട്. അപ്പോൾ അതിലാണ് നമ്മൾ യാത്ര ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ഈ കാണുന്ന വണ്ടി എന്ന് പറയുന്നത് നമ്മുടെ തിരുവനന്തപുരം മെയിലാട്ടോ. ഞാൻ നോക്കുമ്പോൾ എന്തോരം ആൾക്കാരാണെന്നറിയാം ഈ ജനറൽ കോച്ചിൽ കയറാനേ. ഇഷ്ടം പോലെ ആൾക്കാരാണ് ശരിക്കും പറഞ്ഞാൽ ഈ ജനറൽ കോച്ചിൽ കയറാൻ വേണ്ടി. എന്താണല്ലേ. അപ്പോൾ ആകെ 4 ജനറൽ കോച്ചും ഉണ്ട്. അതിൽ കയറാൻ വേണ്ടി 10-40 പേരും ഉണ്ട്. പക്ഷെ എന്ത് പറയാനാണ്. അപ്പോൾ നമ്മുടെ ട്രിപ്പ് ഇവിടെ വെച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഫ്രണ്ട്സ്, എനിക്ക് പോകേണ്ട കൊല്ലം ആലപ്പുഴ പാസഞ്ചർ ഇതാ കായംകുളം ജംഗ്ഷൻ 1ാമത്തെ പ്ലാറ്റ്ഫോമിൽ വന്നുകൊണ്ടിരിക്കുകയാട്ടോ. അപ്പോൾ ഇതിലെന്തായാലും ആൾക്കാരുണ്ടാവും. എനിക്ക് തോന്നുന്നു ഇവിടെ നിന്ന് അത്യാവശ്യം കുറച്ച് പേര് ഇറങ്ങും. ഇനിയിപ്പോൾ ആലപ്പുഴയ്ക്ക് കുറച്ച് ദൂരമേ ഉള്ളൂ. എനിക്ക് ഇവിടെ നിന്ന് കായംകുളത്ത് നിന്ന് ആലപ്പുഴ വരെ 10 രൂപ ആയതുള്ളൂ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ വണ്ടി വിട്ട ഉടനെ എൻ്റെ പൊന്നെ എന്തൊരു സ്പീഡാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഇനി ഒരു 43 കിലോമീറ്റർ എന്തോ ഉള്ളൂ കേട്ടോ ആലപ്പുഴയ്ക്ക്. അത് പെട്ടെന്ന് എത്തും. എനിക്ക് തോന്നുന്നത് ഈ വണ്ടി 11:15-നാണ് ആലപ്പുഴ എത്തേണ്ടത്. പക്ഷേ ഈ വണ്ടി എന്തായാലും ഒരു 10:45 ആലപ്പുഴ എത്തും. കാരണം ഈ ആലപ്പുഴ റൂട്ട് വളവും തിരിവൊന്നുമില്ല, സ്ട്രെയിറ്റ് ആണ്. അപ്പോൾ നല്ല സ്പീഡിൽ പോയിക്കോളും. ഈ റൂട്ടിൽ ഏകദേശം 100 km/h പോവാം. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ ഏറ്റവും ബാക്കിലായിട്ടാണ് കയറിയത്. അപ്പോൾ എനിക്ക് കിട്ടിയ കോച്ച് ജനശതാബ്ദിയുടെ കോച്ചാണ്. അപ്പോൾ ഇത് കണ്ട, ഇപ്പോൾ ഇവിടെ ഈ കോച്ചിലൊന്നും ആരുമില്ല കേട്ടോ. ആകെ എത്ര പേരുണ്ടെന്നറിയും? 4-5 പേരുള്ളൂ. ഓരോ കോച്ചിലും 2-3 പേരെ വെച്ചേ ഉള്ളൂ. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ കായംകുളത്ത് ഇഷ്ടംപോലെ ആൾക്കാർ ഇറങ്ങി. പകുതി മുക്കാലും പേര് കായംകുളം ഇറങ്ങി. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ വണ്ടീൻ്റെ പോലെ എന്തൊരു സ്പീഡാണ്. ഞാൻ ഇത്ര സ്പീഡൊന്നും വിചാരിച്ചില്ല. 106 km/h പോകണം. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇത് കണ്ട, ഒരു യാത്രക്കാരൻ ചെയ്തു വെച്ചൊരു പരിപാടിയാണ്. ആരാണോ ചെയ്തതെന്ന് അറിയില്ല. എന്തായാലും ട്രെയിൻ ക്ലീൻ ചെയ്യുന്നവർക്ക് തിന്നാൻ വേണ്ടി ആയിരിക്കാം. അപ്പോൾ എൻ്റെ അടുത്ത പ്ലാൻ എന്ന് പറയുന്നത്, ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ആലപ്പുഴയിൽ ഒരു 10:45 ആകുമ്പോൾ എത്തും. കുറച്ച് വൈകിയാൽ മതി എന്നാണ് എൻ്റെ ആഗ്രഹം. കാരണം ഇനി തിരിച്ചിനി കരുനാഗപ്പള്ളിയാണ് ഞാൻ പോകുന്നത്. അപ്പോൾ കരുനാഗപ്പള്ളിയിലോട്ട് ഇനി വണ്ടി 1:15-നാണ്. അത്ര നേരം ഇനി വെയിറ്റ് ചെയ്യണം. അതാണ് പ്രശ്നം. അപ്പോൾ ഇനി ഈ വണ്ടി 10:45-ന് അവിടെ എത്തിക്കഴിഞ്ഞാൽ പണിയാവും. അപ്പോൾ പിന്നെ ഇനി അടുത്ത പ്ലാൻ എന്ന് പറയുന്നത് 1:15-ന് നമ്മൾ ഈ വണ്ടി തന്നെ തിരിച്ച് കൊല്ലത്തോട്ട് പോകും. അതിൽ കയറി കൊല്ലം പോവും, കരുനാഗപ്പള്ളി കോട്ടയം എറണാകുളം, അങ്ങനെ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ഈ ആലപ്പുഴ റൂട്ട് എന്ന് പറയുന്നത് കായംകുളം മുതൽ എറണാകുളം വരെ 100 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ ഈ 100 കിലോമീറ്ററിൽ അങ്ങനെ വളവുകൾ കുറവാണ്. അതുകൊണ്ട് ഈ ട്രെയിനുകൾക്ക് കൂടുതൽ നല്ല സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റും. ഉദാഹരണത്തിന് ഇപ്പോൾ ഈ വണ്ടി ഈ റൂട്ടിലോട്ട് കയറിയപ്പോൾ 100 കഴിഞ്ഞ് 105 km/h വണ്ടി പോണത്. മനസ്സിലായോ? അപ്പോൾ അത്രയും സ്പീഡ് ഈ റൂട്ടിൽ ട്രെയിനുകൾക്ക് ഉപയോഗിക്കാം. നേരെ തിരിച്ച് കോട്ടയത്തോട്ട് വരികയാണെങ്കിൽ കോട്ടയത്ത് അങ്ങനെ ഉപയോഗിക്കാൻ പറ്റില്ല. കോട്ടയം റൂട്ടിൽ തന്നെ ഇഷ്ടംപോലെ വളവുകളും ചില സ്റ്റോപ്പുകൾ, ചില റെയിൽവേ സ്റ്റേഷൻ വളവിലൊക്കെയാണ് റെയിൽവേ സ്റ്റേഷൻ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ സ്പീഡ് അങ്ങനെ അധികം ഉപയോഗിക്കാം. അങ്ങനെ 100-ലൊന്നും പോകാൻ പറ്റില്ല. മിനിമം ഒരു 80-85. പിന്നെ 100 ഉപയോഗിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പറ്റില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ ഒരു 80-85-90 അപ്പം തന്നെ ഒരു വളവാവും. സ്പീഡ് എടുത്ത് വരുമ്പോൾ തന്നെ അപ്പം തന്നെ സ്പീഡ് കുറയ്ക്കേണ്ടിയും വരും. പിന്നെ അത് മാത്രമല്ല, ട്രാക്കിൽ വല്ല പണിയുണ്ടെങ്കിൽ
അത് പറയണ്ട. അപ്പോൾ സ്പീഡ് എന്തായാലും കുറയ്ക്കേണ്ടി വരും. അപ്പോൾ അതാണ് ഈ കോട്ടയം റൂട്ടിൻ്റെ പ്രത്യേകത. പക്ഷെ നേരെ തിരിച്ച് ആലപ്പുഴ റൂട്ടിൽ അങ്ങനെ ഒരു കുഴപ്പമില്ല. പക്ഷെ ആകെ കുഴപ്പമുള്ളതെന്ന് പറഞ്ഞാൽ അമ്പലപ്പുഴ വരെയുള്ളൂ ഡബിൾ ട്രാക്ക്, അത് കഴിഞ്ഞാൽ സിംഗിൾ ട്രാക്കാണ്. അപ്പോൾ ഫ്രണ്ട്സ്, അങ്ങനെ ഹരിപ്പാട് റെയിൽവേ സ്റ്റേഷൻ നമ്മുടെ വണ്ടി എത്തിക്കൊണ്ടിരിക്കുക കേട്ടോ. ഹരിപ്പാട് റെയിൽവേ സ്റ്റേഷൻ. അപ്പോൾ ഇനിയിപ്പോൾ ഈ റൂട്ടിൽ വേറെ ട്രെയിനൊന്നും ഇല്ല, അതുകൊണ്ടാട്ടോ ഇവിടെ ഇപ്പോൾ എന്താ പറയുക ആൾക്കാരില്ലാത്തത്. പിന്നെ ഇനിയിപ്പോൾ ട്രെയിനൊക്കെ ഇനി വൈകിട്ടുള്ളൂ, വൈകിട്ട് രാത്രി ആ ടൈമിലൊക്കെയാണ് ഇനി ട്രെയിനൊക്കെ ഉള്ളത്. ഇനിയിപ്പോൾ വേറെ ട്രെയിനൊന്നും ഇല്ല. അപ്പോൾ ഇനി നമ്മുടെ വണ്ടി അങ്ങനെ ഹരിപ്പാടെത്തി. ഇവിടെ നിന്ന് ആൾക്കാർ കയറാൻ സാധ്യതയില്ല. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ വണ്ടി അങ്ങനെ ഹരിപ്പാട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറപ്പെട്ടു. ഇനിയിപ്പോൾ കുറച്ച് കിലോമീറ്റേഴ്സും കൂടി ഉള്ളൂ ആലപ്പുഴ എത്താൻ, കുറച്ച് ദൂരമേ ഉള്ളൂ. അപ്പോൾ ഇനിയിപ്പോൾ ഈ വണ്ടി ഇനി 100-ൽ ഇനി പറക്കും. അപ്പോൾ ഈ വണ്ടി ഇനി 10:45 വല്ലതും എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ 1:15 വരെ അവിടെ വെറുതെ നിൽക്കേണ്ടി വരും. അതാണ് പ്രശ്നം. അപ്പോൾ ഈ വണ്ടി ഒരു 11:30-ക്ക് എത്തിയാൽ മതി എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. എന്തായാലും നേരത്തെ എത്തും, ഉറപ്പാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഈ റൂട്ടിൽ, ഈ ആലപ്പുഴ റൂട്ടിൽ സ്ഥിരമായിട്ട് ഓടുന്ന കുറച്ച് ട്രെയിനുകളുണ്ട്. അപ്പോൾ വീക്കിലി ആയിട്ട് ഓടുന്ന ട്രെയിനുകളുണ്ട്. അപ്പോൾ അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ ലെങ്തി ആയിപ്പോവും. അപ്പോൾ അതുകൊണ്ട് സ്ഥിരമായിട്ട് ഓടുന്ന ട്രെയിനുകളുണ്ട്. അതിൻ്റെ ടൈം, ആലപ്പുഴ എത്തുന്ന ടൈം ഞാൻ പറയാം. ഒന്നാമത്തെ ട്രെയിൻ നമ്പർ 16127 ഗുരുവായൂർ എക്സ്പ്രസ്. ഇപ്പോൾ ചെന്നൈ താമ്പരത്തു നിന്ന് പുറപ്പെടുന്ന വണ്ടി. 2:57-ന് ഈ വണ്ടി ആലപ്പുഴ എത്തും, വെളുപ്പിനേട്ട. പിന്നെ അടുത്ത വണ്ടി ട്രെയിൻ നമ്പർ 16603 ഏറനാട് എക്സ്പ്രസ്, മംഗലാപുരം വണ്ടി. അത് 6:15-ന് ആലപ്പുഴയിലെത്തും. പിന്നെയുള്ള അടുത്ത വണ്ടി എന്ന് പറയുന്നത് ട്രെയിൻ നമ്പർ 12076, അത് ജനശതാബ്ദി ആട്ടോ, കോഴിക്കോട് ജനശതാബ്ദി. അത് 8:15-ന് രാവിലെ ആലപ്പുഴയിലെത്തും. പിന്നെയുള്ള അടുത്ത വണ്ടി ട്രെയിൻ നമ്പർ 16342 ഗുരുവായൂർ ഇൻ്റർസിറ്റി, തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെടുന്ന വണ്ടി. അത് 8:23-ന് ആലപ്പുഴയിലെത്തും. പിന്നെയുള്ള അടുത്ത വണ്ടി എന്ന് പറയുന്നത് ട്രെയിൻ നമ്പർ 16604 മാവേലി എക്സ്പ്രസ്. അത് 10:02-ന് ആലപ്പുഴയിലെത്തും. മംഗലാപുരം വരെ പോകുന്നൊരു വണ്ടിയാണ്, രാത്രി ഓടുന്ന വണ്ടി. അപ്പോൾ പിന്നെയുള്ള അടുത്ത വണ്ടി എന്ന് ട്രെയിൻ നമ്പർ 16316, അത് മൈസൂർ എക്സ്പ്രസ് ആട്ടോ. അത് 7:12-ന് രാത്രി ആലപ്പുഴ എത്തും. അപ്പോൾ ഫ്രണ്ട്സ്, കഴിഞ്ഞ വീഡിയോയിൽ ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയി. നമ്മുടെ റെയിൽവേയുടെ ഒരു നമ്പറുണ്ട് 139 എന്ന് പറഞ്ഞ നമ്പർ. ഈ നമ്പറിൽ നിങ്ങൾക്ക് കംപ്ലയിൻറ്റ് ചെയ്യാനും ഒക്കെ വേണമെങ്കിൽ വിളിക്കുക, എന്തെങ്കിലും പ്രശ്നം വന്നതിന്. ഉദാഹരണത്തിന് ഇപ്പോൾ എന്താ പറയുക, ഞാൻ എറണാകുളം ബറൂണി രാപ്തിസാഗർ എക്സ്പ്രസ്സിൽ കയറിയപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു, ഈ പൈസ തട്ടിപ്പറിച്ച് മേടിക്കുന്ന കുറച്ച് ടീംസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ട്രെയിനിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ 139-ൽ വിളിക്കുക, അല്ലെങ്കിൽ റെയിൽ മദതിൽ നിങ്ങൾക്ക് കംപ്ലയിൻറ്റ് ചെയ്യാം. ഓക്കെ, ഏത് ട്രെയിനാണ്, ട്രെയിനിൻ്റെ നമ്പറൊക്കെ കൊടുത്ത് അടിച്ചൊരു കംപ്ലയിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത സ്റ്റേഷനിൽ അവിടെ RPF വന്ന് പരിശോധിക്കും. അങ്ങനെയാണ് പരിപാടി. ഇപ്പം എന്തെങ്കിലും പ്രോബ്ലം വന്നാൽ അങ്ങനെ നിങ്ങൾക്ക് വിളിക്കാം, അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ആരും അത് അറിയാതിരിക്കരുത്. അപ്പോൾ ഇത് നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഓർത്തിരിക്കുക, ഇങ്ങനെ ഒരു നമ്പറുണ്ട് 139. അപ്പോൾ ഫ്രണ്ട്സ്, ഈ ആലപ്പുഴ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്യുന്ന കുറച്ച് വണ്ടികളുണ്ട്. അതിൽ ഒന്നാമത്തെ വണ്ടി എന്ന് പറയുന്നത് നമ്മുടെ ആലപ്പുഴ ധൻബാദ് എക്സ്പ്രസ് ആണ്, ആ ജാർഖണ്ഡിലോട്ട് പോകുന്നൊരു വണ്ടി. പിന്നെയുള്ള അടുത്ത വണ്ടി എന്ന് പറയുന്നത് ആലപ്പുഴ MGR ചെന്നൈ സെൻട്രലുണ്ട്, ആ വണ്ടി. പിന്നെ നമ്മുടെ അടുത്ത വണ്ടി എന്ന് പറയുന്നത് ആലപ്പുഴ കണ്ണൂർ എക്സിക്യൂട്ടീവ് എക്സ്പ്രസ്. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ളത് പാസഞ്ചർ മെമു ട്രെയിനുകളാണ്. ഇപ്പോൾ രാവിലെ 7:45-ന് വരുന്ന, 7:45-ന് പുറപ്പെടുന്ന എറണാകുളം ജംഗ്ഷനിൽ നിന്ന് പുറപ്പെടുന്ന എറണാകുളം ആലപ്പുഴ മെമു, അത് വൈകിട്ട് കൊല്ലം പാസഞ്ചറായിട്ട് പോകുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ നമ്മളിപ്പോൾ കയറിയിരിക്കുന്ന വണ്ടി ഉണ്ടല്ലോ, അത് കൊല്ലം ആലപ്പുഴ പാസഞ്ചർ. പിന്നെ എല്ലാ ദിവസവും വൈകിട്ട് 4 മണിക്ക് എറണാകുളം ആലപ്പുഴ പാസഞ്ചർ ഉണ്ട്, എറണാകുളം ഗുരുവായൂർ പാസഞ്ചറിൻ്റെ റൈറ്റ് ഷെയറിങ്. അപ്പോൾ അത് ആലപ്പുഴ വന്നിട്ട് തിരിച്ച് വൈകിട്ട് 6:30 തിരിച്ച് എറണാകുളം പോകും. ഇത്രയും വണ്ടികൾ മാത്രമേ ഉള്ളൂ സർവീസ് നടത്തുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ വണ്ടി അങ്ങനെ അമ്പലപ്പുഴ റെയിൽവേ സ്റ്റേഷനിലോട്ട് എത്തിക്കൊണ്ടിരിക്കുക കേട്ടോ, അമ്പലപ്പുഴ റെയിൽവേ സ്റ്റേഷൻ. അപ്പോൾ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഈ വണ്ടി എന്തായാലും 10:45 എത്തും. ഇനിയിപ്പോൾ കുറച്ച് ദൂരം കൂടി ഉള്ളൂ ആലപ്പുഴയ്ക്ക്.
ഇവിടുന്ന് ആൾക്കാർ കാണാനില്ല കേട്ടോ. എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഈ ടൈമിൽ വേറെ ട്രെയിൻ സർവീസൊന്നും ഇല്ല. ഇനിയിപ്പോൾ ഉള്ളത് മുംബൈയിലോട്ട് വന്ന് മറ്റേ നേത്രവഴി എക്സ്പ്രസ് വരും. അപ്പോൾ അതിൽ കയറാൻ ചിലപ്പോൾ ആൾക്കാരുണ്ടാവാൻ സാധ്യതയുണ്ട്. എനിക്കറിയില്ല. ഇപ്പം ഇവിടെയൊന്നും ആൾക്കാരൊന്നുമില്ല, കണ്ടില്ലേ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ വണ്ടി അങ്ങനെ അമ്പലപ്പുഴ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറപ്പെട്ടു കേട്ടോ. ഇപ്പോൾ ഇവിടെ നിന്ന് ആൾക്കാർ കയറാനൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഈ കോച്ചുകളിലൊന്നും വലിയ തിരക്കൊന്നും ഇല്ല കേട്ടോ. ഈ വണ്ടിയിൽ രാവിലെ കൊല്ലത്ത് നിന്ന് പുറപ്പെടുമ്പോൾ ഈ കായംകുളം വരെയാണ് ശരിക്കും നല്ല തിരക്കുണ്ടാവുക. അത് കഴിഞ്ഞ് വലിയ തിരക്കൊന്നും ഉണ്ടാവില്ല. കായംകുളം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കാലിയായിട്ട് ഓടുക. ഇപ്പം എൻ്റെ കോച്ചിൽ തന്നെ ഞാനും പിന്നെ വേറെ 3-4 പേരെന്തോ ഉള്ളൂ. കുറച്ച് പേരെ ആകെ ഉള്ളൂ. ഇവിടെ ആലപ്പുഴ വരെ എന്തായാലും കാലിയായിട്ട് ഇനി പോകുള്ളൂ വണ്ടി. അപ്പോൾ ഫ്രണ്ട്സ്, ഈ ആലപ്പുഴ ഓപ്പറേറ്റ് ചെയ്യുന്ന കുറച്ച് വണ്ടികൾ ഞാൻ പറഞ്ഞില്ല. അതിൻ്റെ അകത്ത് ധൻബാദ് എക്സ്പ്രസ്, ഏർനാട് എക്സ്പ്രസ്, പിന്നെ പിന്നെ ഏതുകൊണ്ട് പിന്നെ എറണാകുളം കായംകുളം പാസഞ്ചർ, പിന്നെ പിന്നെ നേത്രവതി എക്സ്പ്രസ്, ഇങ്ങനെ കുറച്ച് ട്രെയിനുകളുണ്ട്. കുറച്ച് ട്രെയിനുകളിൽ മാത്രമായിട്ട് തിരക്കുണ്ട്. ബാക്കി ഇപ്പം ഞാൻ കയറിയിരിക്കുന്ന പാസഞ്ചർ അത് തിരിച്ച് കൊല്ലത്തോട്ട് പോകുമ്പോൾ ഒരു തിരക്കും ഉണ്ടാവില്ല. പക്ഷെ നേരെ മറിച്ച് ഇത് 4 മണിക്ക് എറണാകുളം എക്സ്പ്രസ്സിലെ കോച്ചൊക്കെ ഒന്ന് നോക്കിയാൽ മതി. ജനറൽ കോച്ച്, എൻ്റെ പൊന്നോ, തിരക്കെന്ന് പറഞ്ഞാൽ തിരക്കാണ്. അതുകൊണ്ടാണ് ഈ എറണാകുളം എക്സ്പ്രസ്സിലെ തിരക്ക് മാറ്റാൻ വേണ്ടി എറണാകുളത്ത് നിന്ന് ഒരു ആലപ്പുഴ പാസഞ്ചർ സ്റ്റാർട്ട് ചെയ്ത്. അതുകൊണ്ട് പിന്നെ നല്ല കുത്തി നിറച്ച ആൾക്കാരൊന്നുമില്ല. അപ്പോൾ ഈ ഉദാഹരണത്തിന് നമ്മുടെ 7:25 ഇവിടെ നിന്ന് ആലപ്പുഴയിൽ നിന്ന് എറണാകുളത്തോട്ട് വന്നൊരു വണ്ടി ഉണ്ട്. എൻ്റെ പൊന്നെ, എന്ത് തിരക്കാണെന്നറിയോ. അപ്പോൾ ഫ്രണ്ട്സ്, ഈ ആലപ്പുഴ റൂട്ടിലും കോട്ടയം റൂട്ടിലൊക്കെ അത്യാവശ്യം പാസഞ്ചറും മെമു ട്രെയിനുകളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ പറയാം. ഇപ്പോൾ നമ്മുടെ ആലപ്പുഴയിൽ നിന്ന് തന്നെ 1:15 കൊല്ലം പാസഞ്ചർ ഉണ്ട്. അതുപോലെ തന്നെ ഈ എറണാകുളത്ത് നിന്ന് 1:35 കൊല്ലം പാസഞ്ചർ ഉണ്ട്. പിന്നെ അങ്ങനെ കോട്ടയത്ത് നിന്ന് തന്നെ ഇഷ്ടം പോലെ രാവിലെ കൊല്ലം പാസഞ്ചർ ഉണ്ട്, വൈകിട്ട് കൊല്ലം പാസഞ്ചർ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് പിന്നെ അത്ര പാസഞ്ചർ ട്രെയിൻ ഉള്ളതുകൊണ്ട് ഈ എക്സ്പ്രസ് ട്രെയിനിൽ അത്ര തിരക്ക് വരാറില്ല. പക്ഷേ ഈ നമ്മുടെ ഈ മലബാർ ഭാഗത്തൊക്കെ ഇതേപോലെ ട്രെയിനുകളില്ലാത്തതുകൊണ്ട് വളരെ ആൾക്കാർ വളരെ തിക്കി തിരിഞ്ഞൊക്കെയാണ് പോകണം. ഉദാഹരണത്തിന് ഈ കാസർഗോഡ് ഭാഗത്തോട്ടുള്ള ട്രെയിനുകൾ, പിന്നെ ആ റൂട്ടിൽ ഈ മെമു ട്രെയിനുകളും പാസഞ്ചർ ട്രെയിനുകളൊക്കെ വളരെ കുറവാണ്. അപ്പോൾ റെയിൽവേ ഇത് കണ്ടിട്ട് ഇതിന് പരിഹാരം കണ്ടെത്തുക. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ഈ ആലപ്പുഴ പാസഞ്ചർ ഇതിൻ്റെ കോച്ച് കോമ്പോസിഷൻ നോക്കിക്കഴിഞ്ഞാൽ ജനറൽ കോച്ച് മാത്രമല്ല, മറ്റേ ചെയർ കാറും പിന്നെ ജനശതാബ്ദിയുടെ കോച്ച് ആകെ എന്തോ ഒരെണ്ണമുള്ളൂ കേട്ടോ ഞാൻ നോക്കിയപ്പോൾ. അപ്പോൾ ഇത് നമ്മുടെ കോട്ടയം നിലമ്പൂർ എക്സ്പ്രസിൻ്റെ റൈറ്റ് ഷെയറിംഗ് ആണ്. അപ്പോൾ ഇതിന് ഇഷ്ടം പോലെ റൈറ്റ് ഷെയറിംഗ് ഉണ്ട്. അപ്പോൾ ആകെ എനിക്ക് അറിയുന്നത് നാഗർകോവിൽ നിന്ന് കോട്ടയം വരെ ഒരു എക്സ്പ്രസ് ട്രെയിൻ ഉണ്ട്. അത് പിറ്റേ ദിവസം നിലമ്പൂരായിട്ട് പോവും. നിലമ്പൂരിൽ നിന്ന് പിന്നെ അത് കോട്ടയത്തോട്ട് വരും. ആ റേറ്റ് വെച്ചിട്ട് ഇവർ കൊല്ലം പാസഞ്ചറായിട്ട്, കോട്ടയം കൊല്ലം പാസഞ്ചറായിട്ട് പോവും. പിന്നെ അങ്ങനെയാണ്. പിന്നെ എനിക്ക് തോന്നുന്നു കൊല്ലത്ത് നിന്ന് ആലപ്പുഴ വരും, ആലപ്പുഴയിൽ നിന്ന് കൊല്ലം വരും. പിന്നെ ഇങ്ങനെ ഇതിൻ്റെ റേറ്റ് ഷെയറിങ്ങേ കുറച്ച് ഡിഫിക്കൽട്ടാണ് ശരിക്കും പറഞ്ഞാൽ. അതുമാത്രമല്ല, ഞാൻ ഒരു കാര്യം വിട്ടുപോയി. ഈ വണ്ടി സ്പീഡിൽ പോകുന്നതുകൊണ്ട് ഭയങ്കര കുലുക്കോട്ടെ ഈ കോച്ചിനൊക്കെ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ വണ്ടി അങ്ങനെ ആലപ്പുഴ റെയിൽവേ സ്റ്റേഷനിലോട്ട് അടുത്തുകൊണ്ടിരിക്കുക കേട്ടോ. ആലപ്പുഴ റെയിൽവേ സ്റ്റേഷൻ. അപ്പോൾ ഇനി ഈ വണ്ടി തിരിച്ചിനി 1:15 കൊല്ലത്തോട്ട് പോകുന്നത്. അപ്പോൾ നമ്മുടെ വണ്ടീനെ ഇപ്പോൾ പ്ലാറ്റ്ഫോം നമ്പർ 2 കയറ്റിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ പ്ലാറ്റ്ഫോം നമ്പർ 1 മറ്റേ കണ്ണൂർ ആലപ്പുഴ എക്സിക്യൂട്ടീവ് എക്സ്പ്രസ് വരും. 3 എനിക്ക് തോന്നുന്നത് ആലപ്പുഴ ചെന്നൈ സൂപ്പർ ഫാസ്റ്റ് കിടക്കുന്നുണ്ട്. പിന്നെ ധൻബാദ് എക്സ്പ്രസ് ഇനി 3:15 വരുമ്പോൾ. അപ്പോൾ അതിനു മുമ്പ് നമ്മൾ തിരിച്ചു പോകും. നേരെ ഇനി അടുത്ത ട്രിപ്പ് എന്ന് പറയുന്നത് കരുനാഗപ്പള്ളിയിലോട്ടാണ് ട്രിപ്പ്. ആലപ്പുഴ MGA ചെന്നൈ സെൻട്രൽ സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ്. അപ്പോൾ ഇനി ഈ വണ്ടിയുടെ കോച്ചിൻ്റെ പഴക്കം കണ്ട 2005 2006 ഉള്ള കോച്ചൊക്കെയാണ് ഇവർ ഉപയോഗിക്കുന്നത്. പക്ഷെ എന്ത് പറയാൻ, റെയിൽവേ ഇതൊന്നും മാറ്റി പിടിച്ചൂടെ? ഒന്ന് LHP ആക്കി കൊടുക്കുക ഈ വണ്ടിയൊക്കെ. അതുമാത്രം ഈ വണ്ടിക്ക് റേറ്റ് ഷെയറിങ്ങും ഉണ്ട്. ഇനി നമ്മുടെ അടുത്ത പ്ലാൻ എന്ന് പറയുന്നത് ഇവിടെ നിന്ന് ഇനി നമ്മൾ കരുനാഗപ്പള്ളി പോവും.
കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളി പോയിട്ട് അവിടെ നിന്ന് കരുനാഗപ്പള്ളിയിൽ നിന്ന് നമ്മൾ കോട്ടയം പാസഞ്ചറിലാണ് ഇനി പോകുന്നത്. അപ്പോൾ അതിൻ്റെ വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ബായ്.